ഹേ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ആംബുലൻസ് വിശേഷങ്ങളും യാത്രകളൊക്കെ കണ്ടാലോ? അപ്പോൾ വാ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? പോകുന്നത് ഇന്ത്യ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്കാണ്. അതെവിടെയായിട്ടാ? വൈക്കം. എന്താ നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ, വീഡിയോ കാണുന്ന ആൾക്കാർ. നമ്മൾക്ക് ഈ ഗാന്ധി സ്ക്വയറിനോടുന്ന ഒരു പേഷ്യന്റിനെ കയറ്റിയിട്ട് ഇന്ത്യ അമേരിക്കൻ ഹോസ്പിറ്റൽ വൈക്കം ചെമ്മനാഗിരിയിൽ പോകണം. ഓക്കെ, ചെക്കപ്പിന് വേണ്ടി പോവാണ്. അപ്പൊ അവർക്ക് 3 മണിക്കാണ് വിസിറ്റിംഗ് ടൈം കിട്ടിയേക്കുന്നത്. സിംഗർ ആംബുലൻസ് ആണ് അവർ ബുക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അവർക്ക് AC കംഫർട്ട് യാത്ര വേണ്ടതുകൊണ്ട് അവർ ബുക്ക് ചെയ്തേക്കുന്നത് സിംഗർ ആംബുലൻസ് ആണ്. ഇന്ത്യ അമേരിക്കൻ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ന്യൂറോ കേസുകൾക്ക് ഏറ്റവും പേരുകേട്ട ഹോസ്പിറ്റലാണ്. നാട്ടുംപുറത്താണ് ആ ഹോസ്പിറ്റല്. കായലിന്റെ അരികത്താണ്. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. പിന്നെ എത്തിപ്പെടാൻ ഇത്തിരി പാടാണ് മറ്റുള്ളവർക്ക് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ. എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ കിട്ടും. ക്യാൻറ്റീൻ ഉണ്ട്, ബാക്കിയുള്ളത് വേറെ ഷോപ്പുകൾ, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങാനുള്ളത് അടുത്ത് തന്നെ ഉണ്ട്. ഇതാണ് ഗാന്ധി സ്ക്വയർ. മിനി ബൈപ്പാസ് വന്ന് കയറുന്ന സ്ഥലമാണ്. കൊണ്ടുപോകുന്ന ഗാന്ധി സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ പേഷ്യന്റ് എടുക്കാനുള്ളത്. ഫ്ലാറ്റിന്ന് അവര് സ്ഥിരമായിട്ട് നമ്മുടെ വണ്ടി തന്നെ വിളിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷ്ണുവിന്റെ വണ്ടിയാണിത്. അവര് ലീവായതുകൊണ്ടാണ് ആളില്ലാതുകൊണ്ട് ഈ വണ്ടിയിൽ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മുടെ ഡ്രൈവർ അല്ല, നമ്മുടെ എല്ലാം നമ്മള് 10-12 വണ്ടിയുണ്ട്. വണ്ടികളുടെ മൊത്തം മാനേജറാണ് അഖിലേട്ടൻ അല്ലേ? അഖിൽ. ഇതാണോ? അങ്ങനെ നമ്മളിപ്പോൾ ആ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലത്തെത്തിയേ. അവിടെ നിന്ന് പേഷ്യൻറ്റിനെയും കൂട്ടി നേരെ വൈക്കത്തേക്ക്. അല്ല രണ്ട്
ഏത് ഓഫീസിൽ? കെയർ ഹോമിൻ്റെയോ? ആ ആ നമുക്ക് ഒരു രണ്ട് മൂന്ന് റോഡുണ്ട്. ആ അതിനകത്ത് ഒരു റോഡ് മാത്രമേ നല്ലതുള്ളൂ, ബാക്കിയൊക്കെ കുട്ടിപ്പൊളിച്ച് കിടക്കുവാണ്. ഇതിപ്പോ എവിടെ ചെന്ന് കയറുന്ന റോഡാ? നേരെ ഹോസ്പിറ്റലിന്റെ അവിടെ. ആ അപ്പൊ ഇത് ചുറ്റുവളച്ചുള്ള റോഡാണ്. ആ അങ്ങനെ അവസാനം നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്തിയേ. അവിടെ എത്തി പേഷ്യൻറ്റിനൊക്കെ ഇറക്കി, പിന്നെ ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോയി. നമുക്ക് തന്നെ കുറച്ച് അധികം പോസ്റ്റ് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടം കഴിഞ്ഞല്ലേ? ഇനി എന്താണ്? അപ്പോൾ വെയിറ്റിംഗ് ഉണ്ടോ? ചായ കുടിച്ച് ഓക്കെ.
കുറച്ചു നേരം കമ്പനിയൊക്കെ എടുത്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തിരിച്ച് ഹോസ്പിറ്റലല്ലേ, നല്ലൊരു അന്തരീക്ഷമല്ലേ. അതെ അതെ, വേറെ തന്നെ ഒരു കാണാനേ എന്താ പറയാ, ഒരു ഫ്ലാറ്റ് ഒക്കെ നിൽക്കുന്ന പോലെയല്ലേ, ആ ഒരു ആംബിയൻസിലാണ് നിൽക്കുന്നത്. ഒരു പേഷ്യൻസ് ഒക്കെ വന്നിട്ടുള്ളവർക്ക് പെട്ടെന്നൊരു എന്താണ് ഒരു ബോറടി അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവില്ല. നല്ലൊരു തന്നെയാണ്. അല്ല, നിങ്ങൾ പറഞ്ഞ ശരി കേട്ടോ, ഹോസ്പിറ്റലാന്ന് പറയുകയില്ല, ആ രീതിക്ക് അലങ്കരിച്ച് വെച്ചേക്കുന്നത്, അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ്ങും ഉണ്ട്. Beneath the surface, where quiet ties pull strong, words don't break the silence, but carry weight beyond sound. അഖിലേട്ടാ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ടല്ലേ? ഏകദേശം ഒരു 5:30 ആയപ്പോൾ അവരെ വിളിച്ചേ, അവരുടെ പ്രൊസീജിയറും ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് സെറ്റാക്കി സ്ട്രെച്ചറൊക്കെ വലിച്ച് നേരെ അകത്തേക്ക് പോയി പേഷ്യൻറ്റിനെയൊക്കെ പിക്ക് ചെയ്തു. Let the quiet guide you. In the stillness lies the fight, hidden wars with no spotlight. Every step a careful trace, walking through this hidden space. Silence currents push and pull, holding firm, remaining whole. Victory runs where quiet comes. Carved through struggle, marked by years, a journey shaped in quiet gears, where every turn, each heavy step അഖിലേട്ടാ, നിങ്ങളിപ്പോൾ ഒരുപാട് കാലമായില്ലേ ആംബുലൻസ് ഫീൽഡിൽ? നിങ്ങളിപ്പോ ഓടിച്ചിട്ടുള്ള വണ്ടികളിൽ ആംബുലൻസിന് പറ്റിയ വണ്ടി ഏതാ? വിന്നറാണോ, ട്രാവലറാണോ, ഈക്കോ ആണോ? കുറച്ചുകൂടെ എല്ലാം കൊണ്ട് കംഫോർട്ടും എല്ലാം കൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള വണ്ടി ഏതാ? ഈക്കോ തന്നെയാണോ? ചെറിയ വണ്ടികളിലെ ആ, വലിയ വണ്ടികളിലെ വലിയ വണ്ടി ഈക്കോടെ കാര്യം ഇവിടെ, ചെറിയ വണ്ടി ഇവിടെ. വലിയ വണ്ടികളിൽ ഇപ്പൊ ബി ലെവൽ, ഡി ലെവലൊക്കെ ഉണ്ടല്ലോ, അത് ട്രാവലർ ആണോ അല്ലെങ്കിൽ ഇതുപോലത്തെ വിങ്ങർ ആണോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ? ഓടിക്കാൻ
എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഇതിൽ ഓടിക്കാനും അത് ക്ഷീണമില്ലാണ്ട് ഉള്ളത് വിങ്ങറിലാണ്. അതെ അതെ, എന്തോരം ദൂരം വേണമെങ്കിലും ഒരേ ഫ്രഷ്നസോടെ ഇരുന്ന് ഓടിക്കാം. നമുക്ക് ഒരു എന്താ പറയാ മടുപ്പ് വരില്ല. സാധാരണ വിട്ടുകൊണ്ട് പറഞ്ഞാൽ സാധാരണ എഞ്ചിൻ യൂണിറ്റ് ഗിയർ ബോക്സ് യൂണിറ്റ് അത് അകത്തിരിക്കുന്നത് ചൂട് കയറി വരും. ചൂട് കാറ്റിരിക്കും. അതെ അതെ, നമ്മളിപ്പോ എന്തോരം ഓടിച്ചാലും ഇതിന്റെ എല്ലാം ഫ്രണ്ടിലാകുന്നത് ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല, ചൂട് അനുഭവപ്പെടുന്നില്ല. ഇപ്പൊ നമ്മള് വേറെ കണ്ണൊക്കെ പോകുമ്പോൾ നമുക്ക് പുറത്തെ ചൂടും വണ്ടിയിലെ ചൂടിന്റെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടാണ്, ചൂട് കുറവുണ്ട്, യാത്രാസുഖം കുറച്ച് കൂടുതൽ ഇല്ലെന്നാണ്. പേഷ്യന്റിന്റെ ഭാഗത്ത് അതെ അതെ, പേഷ്യന്റിന്റെ ഭാഗത്ത് ചാട്ടം കുറവാണ് വണ്ടിക്ക്. അതെ, പേഷ്യന്റ് നല്ല കംഫർട്ടായിട്ട് ആളുകളെ അപേക്ഷിച്ചു. പിന്നെ മെയിൻ്റെനൻസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ BS6 വണ്ടികള് ഞാൻ നോക്കിയിട്ട് 2 വണ്ടികളും ഒരുപോലെ തന്നെയാണ്. പഴയ ട്രാവലറുകൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മെയിൻ്റെനൻസ് കുറവുണ്ട്. നിങ്ങളുടെ വന്നിട്ട് നിങ്ങളുടെ മെയിൻ്റെനൻസ് ഇത്തിരി കൂടുതലാണ് എന്നാണ് എന്റെ ഒരു ധാരണ. എല്ലാവർക്കും പല ഇതായിരിക്കും. ഇപ്പൊ നമ്മുടെ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആംബുലൻസ് കാറ്റഗറിയിലുള്ള വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിങ്ങറാണ്. ഞാൻ അവിടെ പല ആൾക്കാരോടും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് വിങ്ങർ അവർക്ക് അവിടെ നല്ല സർവീസ് സെന്ററുകളുണ്ട്. അതുപോലെ എല്ലാം സ്പെയർ പാർട്സ്, നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പെയർ പാർട്സ് കിട്ടാനുള്ള പ്രശ്നം. ഇവര് സ്റ്റാർട്ടിയ വണ്ടി ഇറക്കി, പക്ഷെ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാനുള്ള സ്പെയർ അവരുടെ ഇല്ല. അവരെല്ലാം ഓർഡർ ചെയ്തിട്ട് വേണം വരുത്താനായിട്ട്. അപ്പൊ നമ്മളൊരു സർവീസ് കൊണ്ടേ കൊടുക്കുമ്പോൾ സാധനം അവിടെ ഉണ്ടാവില്ല, അപ്പൊ അവർ പൂനെയിൽ ഓർഡർ ചെയ്യട്ടെ എന്ന് പറയും. അപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ആ സാധനം നമുക്ക് കൊച്ചിയിൽ കിട്ടുള്ളൂ. പക്ഷെ മലപ്പുറം ആ ഭാഗത്തൊക്കെ നല്ലൊരു ഫീഡ്ബാക്കാണ് അവർക്ക് വിങ്ങറിനെ കുറിച്ച്, ടാറ്റ വാണ്ടിനെ കുറിച്ചുള്ളത്. അവിടെ ഇപ്പൊ എങ്ങനെ പറയാം, നേരത്തെ അവിടെ ഏറ്റവും കൂടുതൽ ആ ഭാഗങ്ങളിലൊക്കെ വിങ്ങർ തന്നെയായിരുന്നു, ടാറ്റ വിങ്ങർ തന്നെയായിരുന്നു. ഹൈ റൂഫ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്ലാറ്റ് റൂഫ് വണ്ടികളുണ്ടായിരുന്നു. ഇഷ്ടംമാതിരി ഫ്ലാറ്റ് റൂഫ് വണ്ടികളുള്ള സ്ഥലമാണ് മലപ്പുറം കോഴിക്കോട് ഏരിയ. അല്ല, ഞാനൊരു കൂട്ടുകാരനായിട്ട് സംസാരിച്ചപ്പോഴും അവരും പറഞ്ഞു അവിടെ അവർക്ക് സർവീസ് അവർക്ക് നല്ല രീതിയിൽ നല്ലൊരു സർവീസാണ് ടാറ്റയുടെ ഭാഗത്തും. അതുപോലെ തന്നെ പുറത്ത് പല വർക്ക്ഷോപ്പുകളുണ്ട് അവിടെ നിന്ന് കിട്ടില്ല എന്നാണ് പറയുന്നത്. അവർക്ക് വേറെ വിഷയങ്ങളൊന്നും. സർവീസ് നല്ലതാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ട്രാവലറിനെക്കാളും ബെറ്റർ നമുക്ക് വിങ്ങർ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലർ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഇപ്പോഴത്തെ കണ്ടീഷനില് ഒരു 19 ലക്ഷം രൂപയോളം, 20 മേലെണ്ണം വില വരുന്നുണ്ട് പുതിയ വണ്ടിക്ക്. പിന്നെ നമ്മളത് അത്യാവശ്യം വർക്കൊക്കെ ചെയ്ത്, എന്ന് വെച്ചാൽ വർക്ക് എന്ന് പറയുന്നത് AC കയറ്റണം പുറത്തുനിന്ന്, അതുപോലെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലത്ത് കൊടുത്ത് ആ വണ്ടി പണിതിറങ്ങുമ്പോഴത്തേക്കും ഏറ്റവും കുറവ് നോർമൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ. അത് പുറത്ത് ഏതെങ്കിലും ഇപ്പൊ ജോഷ്, അതുപോലെ തന്നെ ടോറ, സ്പീഡ് ലൈൻ, അങ്ങനെ കുറെ ഇതുണ്ടാവും അതുപോലത്തെ വണ്ടികൾ വർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര പൈസ നമുക്ക് ആവുന്നുണ്ട്. പിന്നെ അതിന് പുറമെ നമ്മൾ AC നമ്മള് PKന്റെ AC ഉണ്ട്, അതുപോലെ തന്നെ GT, അങ്ങനെ ODC, അങ്ങനെ കുറെ AC കമ്പനി. അത് ഏറ്റവും കുറവ് 140, 150ഓളം ഒക്കെ ACക്ക് വരുന്നുണ്ട്. അപ്പോൾ പിന്നെയും അതിനകത്ത് ഈ 20 ലക്ഷത്തിൽ വരുന്ന പിന്നെയും അതിൽ കൂടുതൽ എമൗണ്ടാണ് വരുന്നത്. അതായത് ട്രാവലർ ഹോഴ്സ് കമ്പനിക്ക് എതിരാളികളില്ല. അപ്പൊ അവർക്കൊരു ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വണ്ടി വിറ്റ് പോകും എന്നൊരു ധാരണ അവർക്കുണ്ട്. അതായത് പണ്ട് ഭാരത് ബെൻസ് വരുന്ന മുന്നേ ടാറ്റ കാണിച്ചുകൊണ്ടിരുന്ന പോലെ അല്ലേ? അതെ അതെ. അപ്പൊ എങ്ങനെയായാലും അത് വിറ്റ് പോകും എന്നുള്ള ധാരണ അവർക്കുള്ളത് കൊണ്ട് അവര് അവരുടേതായ റൈറ്റും കാര്യങ്ങളും. പക്ഷെ ഈ നമുക്ക് ആംബുലൻസ് വരുമ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് സ്ട്രക്ചർ മാത്രമാണ് ഉള്ളത്. വേറെ അതിനകത്ത് ഒരു ബേസിക് വണ്ടിയാണ് നമുക്ക്
സ്ട്രക്ചർ മാത്രമാണ് അതിനകത്തുള്ളത്. ഒരു ചെലവ് വരുന്നില്ല. ഇപ്പൊ പാസഞ്ചർ വണ്ടിയാണെങ്കിൽ അവർക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം കേൾക്കണം എന്നുള്ളതുണ്ട്. ഇപ്പൊ ഒരു സീറ്റും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ അവർക്ക് അതനുസരിച്ച് വില കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇതാണ് അല്ലെങ്കിൽ അതിലെ ഫെസിലിറ്റീസ് അവർ തരണം അല്ലേ? ഈ ഇത്തരം പൈസയുടെ ഫെസിലിറ്റി ട്രാവലറിന് ഇല്ല. വിങ്ങറെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് വിങ്ങർ ഈ പ്രൈസിന് AC വണ്ടിയാണ് കിട്ടുന്നത്. വിങ്ങറിൽ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ ട്രോളി സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. അപ്പൊ പുറത്തുനിന്ന് ചെയ്യേണ്ടത് സൈഡ് ബ്ലിങ്കർ അതുപോലുള്ള ഐറ്റംസ്, പിന്നെ ഓക്സിജൻ നമ്മൾ ചെയ്യണം. അപ്പൊ മറ്റേതിന്റെ അത്ര വർക്ക് വേണം. ഇന്റീരിയലാണെങ്കിൽ നോക്കുവാണെങ്കിൽ ഒരു ഫൈബർ ബേസ്മെന്റ് ആണ് അവർക്ക് വരുന്നത്, ഫിംഗറിന് ടാറ്റ ഫാറ്റ് വരുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും ഫിംഗറാണ് ബെറ്റർ എന്നാണ് എന്റെ ഒരു ചോയ്സ്. എനിക്കല്ലോ മനസ്സിലാടാ. കണ്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് വൈക്കത്ത് പോയി വന്നല്ലേ? ഇന്നത്തെ വൈക്കം ഓട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകാൻ പോവുകയാണ്. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയെടുക്കെ തന്നെ തിരിച്ചെത്തിയേ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ അവരെ ഡോക്ടറെ കാണിക്കാനും പറ്റി, തിരിച്ച് റൂമിലേക്ക് എത്തിക്കാനും പറ്റിയിട്ടുണ്ട്.